അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിവിട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. ചേച്ചി എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുന്നത്? ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെക്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ഒരു പെണ്ണ് എന്താന്ന് ഒരു പുരുഷൻ അറിയണം. ഒരു പെണ്ണിന്റെ എവിടെ തൊട്ടാൽ ആ പെണ്ണിന് വികാരം ഉണ്ടാവുമെന്നും അറിയണം. സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടുതൽ കിട്ടും, ജനങ്ങളിലേക്ക് കൂടുതൽ റീച്ച് ആകാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത. അല്ലാതെ ശരിയാണോ തെറ്റാണോ? എന്റെ മാറ് കാണിച്ചു, അല്ലെങ്കിൽ എന്റെ വയറ് കാണിച്ചു, എന്റെ പൊക്കിള് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ റീച്ച് കിട്ടണമെന്ന്. അതൊക്കെ ഇൻസ്റ്റയുടെ താല്പര്യം, നമ്മളെ പൊക്കി വിടണോ താത്തു വിടണോ എന്നുള്ളത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പെണ്ണുങ്ങൾ തന്നെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ കണ്ടു, ഇന്നലെ ഞങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി, ഭയങ്കര രസമായിരുന്നു. മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. കാമവാഹിനി എന്താ അതിന്റെ അർത്ഥം? കാമം എന്ന് വെച്ചാൽ കാമം എപ്പോഴും ജ്വലിച്ചാണ് നിൽക്കുന്നത്, ഒരിക്കലും ഇരുട്ടി നിൽക്കൂല. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ചേച്ചി എന്നെ ചേച്ചിയെ കാമവാഹിനി ആയിക്കോട്ടെ. ഈ പേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ മതി, വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയുന്നു? എന്താ പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ എനിക്ക് കൊടുപ്പ് പരിപാടി അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. അതൊക്കെ ഡീസന്റാ. ഞാനിത് പറയും, പച്ച മലയാളത്തിൽ പറയും, ഞാൻ വീഡിയോ ചെയ്യും. ഇതല്ലാണ്ട് ഒരു പരിപാടി എന്റെ കയ്യിലില്ല. നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവജനങ്ങൾക്ക് ചേച്ചിക്ക് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് പറയടി. ഞാൻ പറയട്ടെ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് എഴുന്നേറ്റ് പുള്ളി പോണമെന്നുണ്ടെങ്കിൽ വേറെ മുണ്ടൂട് ഉടുപ്പിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ചേച്ചിയുടെ കോൺസെപ്റ്റില് ഒരു സ്ത്രീക്ക് ഏറ്റവും പാരമ്യ സുഖത്തിലെത്തുന്ന ആ ഒരു പോർഷൻ ഏതാന്നാ ചേച്ചി വിശ്വസിക്കുന്നത്? പറയുന്നേ, ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരു പൂവിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ താലോലിച്ച് മണപ്പിച്ച് നമ്മളതിനെ ആസ്വദിക്കുന്ന മണം ആസ്വദിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു പെണ്ണിനെ നമ്മൾ ആസ്വദിക്കേണ്ടത്. പക്ഷെ 100% ആൾക്കാർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് സെക്സ്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. അതുകൊണ്ടാണ് ചേച്ചി അത് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് മുന്നോട്ട് പോകും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?